ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ്. ഈ വരുന്ന LSS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു മോഡൽ എക്സാം ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മലയാളം, ഇംഗ്ലീഷ്, EVS, മാത്സ്, GK എല്ലാത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, പഠിക്കുക കേട്ടോ. ആദ്യം നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആര്? ശ്രദ്ധിക്കുക, ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ. ഇതിൽ കുമാരനാശാൻ ആണ് പെടാത്തത്. ബാക്കി എല്ലാവരും പ്രാചീന കവിത്രയത്തിൽ പെട്ടവരാണ്. ചെറുശ്ശേരി ആയാലും എഴുത്തച്ഛൻ ആയാലും കുഞ്ചൻ നമ്പ്യാരായാലും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ആനനം, മുഖം. ശരിയാണ്. ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. അഞ്ചിതം എന്ന് പറഞ്ഞാൽ മനോഹരം, അതും ശരിയാണ്. നമ്മളോട് തെറ്റായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആർത്തൻ, ആർത്തിയുള്ളവൻ. ആർത്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുഃഖിതനാണ്. ശരിക്ക് ആർത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിതനാണ്. അപ്പോൾ ആർത്തൻ തെറ്റാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ കുളി തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ആർത്തൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ഇതിൽ ശരിയായ പദം ആനന്ദം, ബാക്കിയെല്ലാം തെറ്റാണ്. 4, കൂട്ടത്തിൽ പെടാത്തത് ഏത്? പത്തായം, പറ, എഴുത്താണി, മുറം. ഇതിൽ പത്തായവും പറവും മുറൊക്കെ എന്താണ്? ധാന്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? നമ്മൾ ധാന്യങ്ങൾ എടുത്തു വെക്കാനും അളക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എഴുത്താണി മാത്രം അതിലൊന്നും പെട്ടതല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം എഴുത്താണി. 5, കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കടങ്കഥയുടെ ഉത്തരം എന്താണ്? കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. ഇതിന്റെ ഉത്തരം ആനക്കൊമ്പ്. വെളുത്ത കൊമ്പ് എന്ന് പറഞ്ഞാൽ ആനയുടെ കൊമ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ആനക്കൊമ്പ്. 6, തുള്ളി പ്ലസ് അണഞ്ഞല്ലോ ചേർത്ത് എഴുതിയാൽ. ചേർത്ത് എഴുതിയാൽ എന്താ വരുന്നത്? തുള്ളി അണഞ്ഞല്ലോ, തുള്ളി അണഞ്ഞല്ലോ. ഇത് വായിച്ചു നോക്കിയിട്ട്, ഒരു കഥാഭാഗം തന്നിട്ടുണ്ട്, അത് നന്നായി വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. താഴെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. മിന്നുവിന് 2 പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഒന്ന് കാത്തു, മറ്റേത് കുഞ്ഞാറ്റ. മിന്നു സ്കൂളിൽ നിന്ന് വരുന്നതും കാത്ത് 2 പേരും എന്നും മതിലിനു മുകളിൽ ഇരിക്കും. ഒരു ദിവസം കാത്തു പറഞ്ഞു, നമുക്ക് മിന്നുവിന്റെ സ്കൂൾ കാണണ്ടേ, ഒന്ന് പോയി നോക്കിയാലോ? ശരി, നമുക്ക് പോകാം. കുഞ്ഞാറ്റ സമ്മതം മൂളി. 2 പേരും റോഡിന്റെ അരികിലൂടെ നടക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് അവർ പട്ടണത്തിലെത്തി. വാഹനങ്ങളുടെ വല്ലാത്ത തിരക്ക്. അവർ റോഡിന്റെ വശത്തു കൂടെ നടന്ന് സ്കൂൾ കണ്ടുപിടിച്ചു. ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. കാത്തുവും കുഞ്ഞാറ്റയും ഗേറ്റ് ചാടിക്കടന്ന് അകത്തെത്തി. എത്ര വലിയ സ്കൂൾ! കുഞ്ഞാറ്റയും അതിശയപ്പെട്ടു. ഏതാണ് മിന്നുവിന്റെ ക്ലാസ്? അവർ ഓരോ ക്ലാസ്സിനും മുന്നിലൂടെ നടന്നു. അവസാനം 4-ാം ക്ലാസ്സിന് മുന്നിലെത്തി. മിന്നു അതായിരിക്കുന്നു, കുഞ്ഞാറ്റ പറഞ്ഞു. അപ്പോഴേക്കും മിന്നു പൂച്ചക്കുട്ടികളെ കണ്ടു. അവൾ ഓടിച്ചെന്ന് കാത്തുവിനെയും കുഞ്ഞാറ്റയെയും വാരിയെടുത്തു. അവൾ കൂട്ടുകാരുടെ കൂടെ ഉറക്കെ പാടി, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വച്ചു. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ, നമുക്ക് മിന്നുവിന്റെ സ്കൂൾ കാണണ്ടേ, ഒന്ന് പോയി നോക്കിയാലോ? ഇതിലെ നമുക്ക് എന്ന് പറയുന്നത് ആരെല്ലാമാണ്? ഇതവിടെ നോക്കൂ. നമുക്ക് മിന്നുവിന്റെ സ്കൂൾ കാണണ്ടേ, ഒന്ന് പോയി നോക്കിയാലോ? ആരാണ് പറയുന്നത്? മിന്നുവിന്റെ 2 പൂച്ചക്കുട്ടികൾ. ഒന്ന് കാത്തു, മറ്റേത് കുഞ്ഞാറ്റ. അപ്പൊ ഉത്തരം വരുന്നത് കാത്തു, കുഞ്ഞാറ്റ. അതിലെ ബി ചോദ്യം, മിന്നു അതായിരിക്കുന്നു, കുഞ്ഞാറ്റ പറഞ്ഞു. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുഞ്ഞാറ്റ കാത്തുവിനോട് പറഞ്ഞതാണ്. കുഞ്ഞാറ്റ
കാത്തുവിനോട്. സി. അവൾ ഓടിച്ചെന്ന് കാത്തുവിനെയും കുഞ്ഞാറ്റയെയും വാരിയെടുത്തു. ഇതിൽ പറയുന്ന അവൾ ആരാണ്? മിന്നുവിൻ്റെ പൂച്ചക്കുട്ടികളാണല്ലോ കുഞ്ഞാറ്റയും കാത്തുവും. അപ്പം മിന്നുവാണ് ഓടിച്ചെന്ന് വാരിയെടുത്തത്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. പാരഗ്രാഫ് ഒന്ന് നോക്കാം. ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ഹി ഡിസൈഡഡ്, ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. They can take 3 months for it. The king ordered his minister to give a proclamation. Question A. What was the idea of king to find the successor? കിങ് സക്സസറെ കണ്ടെത്താനുള്ള ഐഡിയ എന്തായിരുന്നു കിങ്ങിൻ്റെ? ഇതവിടെ ആൻസർ ഉണ്ട്. ഹി ഡിസൈഡഡ്, ഹി എന്ന് പറഞ്ഞ കിങ്, he decided to distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. എല്ലാവർക്കും വിത്തുകൾ കൊടുത്തിട്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആരാണോ കൊണ്ടുവരുന്നത് അയാളെ പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസസ് ആക്കി മാറ്റും എന്നുള്ളതാണ് കിങ്ങിൻ്റെ ഐഡിയ ഉണ്ടായത്. അപ്പോൾ ഇത് തന്നെ എടുത്തെഴുതിയാൽ മതി. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ദ ടൈം ദ ചിൽഡ്രൻ ക്യാൻ ടേക്ക് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ ചിൽഡ്രന് എത്ര സമയമാണ് ഉണ്ടായിരുന്നത്? 3 months. 3 മാസമായിരുന്നു സമയം കൊടുത്തത്. C. Read the sentence and find out one word from the paragraph. The public or official announcement of an important matter. അതിനുള്ള ഒഫീഷ്യൽ നെയിം എന്താണ്? പ്രൊക്ലമേഷൻ. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റിന് പറയുന്ന പേരാണ്, രാജാവ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റിന് പറയുന്ന പേരാണ് വിളംബരം അഥവാ പ്രൊക്ലമേഷൻ. ഡി. റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് പ്രിൻസ്. പ്രിൻസിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? പ്രിൻസസ്. പ്രിൻസ് എന്ന് പറഞ്ഞാൽ രാജകുമാരൻ, പ്രിൻസസ് എന്ന് പറഞ്ഞ രാജകുമാരി. ചൂസ് ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ഏതാണ്? സണ്ണി, ക്ലൗഡി, ഷൈനി, റൈനി, ഫോഗി. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഷൈനിയാണ് ഒറ്റപ്പെട്ടത്. 3. Make a meaningful word from the letters given below and complete the sentences. The boat sailed dash down the stream. ഈ കൊടുത്തിട്ടുള്ളത് ഓർഡറിലാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് കിട്ടും. സ്വിഫ്റ്റ്ലി. 4. റീഅറേഞ്ച് ദ വേർഡ്സ് ആൻഡ് മേക്ക് എ മീനിങ് സെൻറ്റൻസ്. ഇത് ഓർഡറിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് കിട്ടും. അപ്പോൾ ആദ്യം അന്ന, നമുക്കിതറിയാം നമ്മളെ ചാപ്റ്ററിലെ തന്നെയാണ്. അന്ന ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. Fifth, answer the riddle. I am 4-letter word. My first letter starts with K. 4 ലെറ്ററുള്ള ഒരു വേർഡാണ്. സ്റ്റാർട്ടിംഗ് ലെറ്റർ K ആണ്. I am the male ruler of a kingdom. Who I am I? Male ruler ആരാണ്? കിങ് ആണ്. സ്റ്റാർട്ടിംഗ് ലെറ്റർ K ആണെന്ന് പറഞ്ഞു, മെയിൽ റൂളർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ്? കിങ്. 6th question. Fill in the blank with correct answer. പിംഗ്ലാസ് ഫാദർ വാസ് എ. പിംഗ്ലാസിന്റെ ഫാദർ ആരായിരുന്നു? ഒരു ഫാമർ ആയിരുന്നു.
EVSലെ ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ മത്സ്യത്തിന് ജലത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏത്? വശങ്ങളിലെ ചിറക്, വായ, ചെകിള, മുടി, ശകുലങ്ങൾ. ഇതിലേതാണ്? ശകുലങ്ങളാണ്. ചെകിള, മുടി അല്ലെങ്കിൽ ശകുലങ്ങളാണ് മത്സ്യത്തിന് ശ്വസിക്കാനായിട്ട് സഹായിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നാരുവേര് പടലം ഉള്ള സസ്യം ഏത്? നാരുവേര് പടലം ചോളത്തിനാണുള്ളത്. 3. ജനുവരി 9 ഏത് ദിനമായി ആചരിക്കുന്നു? ഈ ദിനമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഈ ദിനം ഭാരതീയ പ്രവാസി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 4. പറക്കാൻ കഴിയാത്ത ജീവി ഏത്? പറക്കാൻ കഴിയാത്ത ജീവികളാണ് ഇവയെല്ലാം. പച്ചോളി ഒതേനൻ, ഉണ്ണിയാർച്ച, ആരോമൽ ചേകവർ തുടങ്ങിയവരുടെ വീരകഥകൾ വർണ്ണിക്കുന്ന പാട്ടുകൾ ഏത്? ഇത്തരം പാട്ടുകളെ പറയുന്ന പേരാണ് വടക്കൻ പാട്ടുകൾ. 6. അമലിന് ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും ലഭിച്ച പ്രവർത്തനം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങളെ യോജിച്ച സ്ഥലത്ത് ചേർത്ത് പൂരിപ്പിച്ചാൽ അമലിന് സമ്മാനം നൽകാമെന്ന് ടീച്ചർ പറഞ്ഞു. നിങ്ങൾക്ക് അമലിനെ സഹായിക്കാമോ? ഇതാണ് അമല് പൂരിപ്പിക്കേണ്ടത്. സസ്യങ്ങൾ, ഏകബീജപത്ര സസ്യങ്ങൾ, പിന്നെ ഇവിടെ ഏതാണ് വരിക? ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് വരും. അതിന് ജാലിക ശിരാവിന്യാസമാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ മാവ്, കശുമാവ് എഴുതാൻ പറ്റും. മാവ്, കശുമാവ്. ഏകബീജപത്ര സസ്യങ്ങളാണെങ്കിലോ അതിൽ വരുന്നത് സമാന്തര ശിരാവിന്യാസം, സമാന്തര ശിരാവിന്യാസം. നെല്ല്, തെങ്ങ്. 7 ശരിയോ തെറ്റോ എന്ന് എഴുതാനാണ്. കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. അത് തെറ്റാണ്. തെറ്റ്. 8 മഞ്ഞക്കറുപ്പൻ ഒരു ദേശാടന പക്ഷിയല്ല. ശരിയാണ്. ഇത്രയേ ഉള്ളൂ EVS. ഇനി നമുക്ക് മാത്സ് നോക്കാം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള തുക എത്ര? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999. അതും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1099 കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള തുക 1099. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 100 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന അക്ഷരമേത്? 100 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് C എന്ന പോലെ എഴുതുന്നതാണ്. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. 4 വിട്ടുപോയ സംഖ്യകൾ എഴുതുക. 1850, 2050, 2250, 2850. ഇത് 200 വെച്ച് കൂടി പോവുകയാണ്. അപ്പോൾ 2250ൻ്റെ കൂടെ 200 കൂട്ടിക്കഴിഞ്ഞാൽ 2450. 5 1 മുതൽ 10 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 10 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുക 55. 6 വാഴാനി GLP സ്കൂളിൽ കഴിഞ്ഞ 3 ദിവസം ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചൊവ്വാഴ്ച ഭക്ഷണം കഴിച്ച ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ചൊവ്വാഴ്ച ഭക്ഷണം കഴിച്ച കുട്ടികളുടെ എണ്ണം അറിയണമെങ്കിൽ ചൊവ്വാഴ്ച ആകെ കഴിച്ച 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് കഴിച്ച വരെയുള്ള കുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ 102 + 103 + 121 + 135. അപ്പോൾ നമുക്ക് 461 കിട്ടും. B 3 ദിവസങ്ങളിലായി ഭക്ഷണം കഴിച്ച 4ാം ക്ലാസ്സുകാരുടെ എണ്ണം എത്ര? ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസങ്ങളിലായിട്ട് 4ാം ക്ലാസ്സുകാർ കഴിച്ചത് അറിയണമെങ്കിൽ 135 + 132 + 131 മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 398 ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട പാട്ടാണ്, നോക്കാം. വായനാ ദിനം എന്നാണ്? വായനാ ദിനം ജൂൺ 19.
2. കുട്ടികൾക്കായി ഓൺലൈൻ പഠനം ഒരുക്കുന്ന മലയാള വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? വിക്ടേഴ്സ്. 3. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 4. KSEB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, വൈദ്യുതി. കോവിഡ് സുരക്ഷാ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട SMS എന്നതിലെ M എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് കോവിഡ് കാലത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻസർ സി, മാസ്ക്. 6. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓപ്ഷനിൽ നമ്മുടെ ഈ വർഷം 2024 വാങ്ങിയ ആളുടെ പേരില്ല. NS മാധവൻ. NS മാധവൻ പഠിച്ചു വയ്ക്കുക, വളരെ പ്രധാനമാണ് കേട്ടോ. 7. ISL ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ISL ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. 8. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ഷംസീർ ആണ്. ഇതിൽ ഓപ്ഷനിലില്ല. ഷംസീർ ആണ്. AN ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ. AN ഷംസീർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാട് മാറി ഇപ്പോൾ ഇടുക്കിയാണ്, അറിയാലോ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ OP ടിക്കറ്റ് എടുക്കാനുള്ള വെബ് പോർട്ടൽ ഏതാണ്? ഇ-ഹെൽത്ത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.